സൗദിയിലെ ആരോഗ്യ മേഖലയിൽ നടപ്പിലാക്കി വരുന്ന സ്വദേശിവൽക്കരണത്തിന്റെ തോത് ഉയർത്തുന്നതിനുള്ള ആദ്യഘട്ടം നടപ്പിലായി തുടങ്ങിയിരിക്കുകയാണ്. ആരോഗ്യ മന്ത്രാലയത്തിന്റെ സഹകരണത്തോടു കൂടിയാണ് ഈ പദ്ധതി നടപ്പിലാക്കുന്നത്. പ്രധാനമായിട്ടും ലബോറട്ടറി, ഫിസിയോതെറാപ്പി, ന്യൂട്രീഷൻ, എക്സ്റേ തുടങ്ങിയ മേഖലകളിലാണ് ഈ സ്വദേശിവൽക്കരണത്തിന്റെ തോത് ഇപ്പോൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ യഥാക്രമം 80, 65, 70% സ്വദേശികളെ ഈ കാര്യങ്ങളിൽ നിയമിക്കണം, ഈ മേഖലകളിൽ നിയമിക്കണം എന്നാണ് ഈ ആദ്യഘട്ടത്തിൽ പറയുന്നത്. ഉദാഹരണമായിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ ലബോറട്ടറി മേഖലയിൽ ഇപ്പോൾ 10 തൊഴിലാളികൾ ഉണ്ടെങ്കിൽ അതിൽ 7 സ്വദേശി തൊഴിലാളികൾ ഇനി മുതലായിരിക്കണം. ദമാം, ജിദ്ദ, മക്ക, മദീന, റിയാദ് തുടങ്ങിയ ഇടങ്ങളിലാണ് ആദ്യഘട്ടത്തിൽ ഈ ഒരു പദ്ധതി നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഏപ്രിൽ 17-നാണ് ഈ ഒരു നിയമം പ്രാബല്യത്തിൽ വന്നിട്ടുള്ളത്. ഇനി ഇത്തരത്തിൽ നിയമം പാലിക്കാത്ത കമ്പനികൾക്കെതിരെ കർശനമായിട്ടുള്ള പരിശോധനയുണ്ടാകും. ഈ നിയമം പാലിച്ചിട്ടില്ല എങ്കിൽ കമ്പനികൾക്കെതിരെ ഫൈൻ അടക്കമുള്ള നിയമ നടപടികളും ഉണ്ടായിരിക്കും. ഏതായാലും ഇതിൻ്റെ ഒരു രണ്ടാം ഘട്ടം 2025 ഒക്ടോബർ 17-ന് കൂടി തുടങ്ങുമെന്നാണ് ഇപ്പോൾ അതോറിറ്റി അറിയിക്കുന്നത്. ഈ ഒരു സ്വദേശിവൽക്കരണ തോത് ഉയർത്തുന്നതിലൂടെ നിരവധി വിദേശികൾക്ക് തൊഴിൽ നഷ്ടപ്പെടാനുള്ള സാധ്യത ഏറെയാണ്.